നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു അമേസിങ് കേക്കാണ്. ഈ കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലം കേക്കൊക്കെ മാറി നിൽക്കുമോ എന്ന് സംശയം തോന്നും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ക്രിസ്മസ് സ്പെഷ്യൽ റിംഗ് കേക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇതാ കണ്ടില്ലേ, കറങ്ങുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, അടിപൊളി ലുക്കാണ് കേട്ടോ. ഇതിപ്പോൾ ഡബിൾ സൈഡായിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. രണ്ട് സൈഡും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. സാധാരണ ഈ ഒരു റിംഗ് കേക്ക് ഉണ്ടാക്കുന്നത് അതിൻ്റെ മോൾഡിലാണ്. ബൺ കേക്ക് ഒക്കെ ഉണ്ടാക്കില്ലേ, ബണ്ണല്ല BUNDT ബൺ കേക്ക്, നമ്മൾ തോന്നൽ കേക്ക് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ആ മോൾഡിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലത്തെ മോൾഡിൽ നടുവിൽ ഇങ്ങനെ പൊങ്ങി വെക്കും, അപ്പോൾ കുഴിയായിട്ട് റൗണ്ട് കിട്ടും. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചൊന്ന് സെറ്റപ്പാക്കി റിംഗ് കേക്ക് ഉണ്ടാക്കുകയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. മെഷറിംഗ് കപ്പ്, മെഷറിംഗ് സ്പൂണോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള ഒരു ഗ്ലാസ്, സ്പൂണൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഈ ക്രിസ്മസിന് എല്ലാ വീട്ടിലും ഒരു കേക്ക്, ഇപ്പോൾ എല്ലാവർക്കും കേക്ക് വാങ്ങാൻ പറ്റണമെന്നില്ലല്ലോ, അപ്പോൾ എല്ലാ വീട്ടിലും ഒരു കേക്ക് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ തയ്യാറാക്കാം. മിക്സിയിലാണ് തയ്യാറാക്കുന്നത് എന്ന് വിചാരിച്ച് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. നമ്മളിത് എവിടെയും നമുക്ക് കടയിൽ പോലും വാങ്ങിക്കാൻ കിട്ടില്ല ഇതുപോലെ ഈ ഒരു ടേസ്റ്റിലുള്ള ഒരു റിംഗ് കേക്ക്. അതിപ്പോൾ ഹോം ബേക്കേഴ്സിനൊക്കെ സെയിൽ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല സെയിലൊക്കെ കിട്ടുന്ന ഒരു കേക്ക് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റിംഗ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മുടെ റിംഗ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ മെഷറിംഗ് കപ്പും സ്പൂണും ഉണ്ടെങ്കിൽ അതെടുക്കാം. അത് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള സാധാരണ ഇതുപോലത്തെ ഗ്ലാസ് എടുത്താൽ മതി. അതിൻ്റെ സൈസ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞതാണ്, ജസ്റ്റ് കാണാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചൊന്നുകൂടെ പറയുകയാണേ. ഇപ്പോൾ സാധാരണ നോർമൽ ഗ്ലാസ് ആണ്. 9 സെൻറ്റിമീറ്റർ ഹൈറ്റും 7 സെൻറ്റിമീറ്റർ വിഡ്ത്തുമാണുള്ളത് മോൾ ഭാഗത്ത്. ഇപ്പോൾ ഗ്ലാസിൻ്റെ അളവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതേ ഗ്ലാസ്സിൽ എടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് വലിയ സ്പൂൺ, ടേബിൾ സ്പൂൺ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. അത് 6 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയും. അതുപോലെ ചെറിയ സ്പൂൺ, ടീസ്പൂണ് 5 സെൻറ്റിമീറ്റർ നീളവും 3.5 സെൻറ്റിമീറ്റർ വീതിയും. സാധാരണ എല്ലാ വീട്ടിലുള്ള നോർമൽ സ്പൂണുകളാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് വേണ്ടത് ഓറഞ്ചാണ്. എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ഓറഞ്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് നല്ല ഡാർക്കും ഒന്ന് ലൈറ്റുമാണ്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കതിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ വെള്ള പോർഷൻ വരാതെ ഓറഞ്ച് പോർഷൻ മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കാം. വെള്ള പോർഷൻ വന്നാൽ കയ്പ്പ് രസം വരും. അപ്പം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 ഓറഞ്ചും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തട്ടിയിട്ട് കൊടുക്കാം. ഇതിപ്പം ഏകദേശം ഒരു ടീസ്പൂണൊക്കെ ഉണ്ടായിരുന്നാൽ മതി. ഇനി നമുക്ക് ആ 2 ഓറഞ്ചും തൊലി പൊളിച്ചൊന്ന് ജ്യൂസ് എടുത്ത് വെക്കാം. ജ്യൂസ് എങ്ങനെ വേണേലും എടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഞെക്കി പിഴിഞ്ഞങ്ങ് ജ്യൂസ് എടുക്കുന്നതാണ്. അത് നമുക്ക് അരിച്ചെടുത്തങ്ങ് വെക്കാം. ഇതിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതിൽ 1/2 ഗ്ലാസ്സാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ മെഷറിംഗ് കപ്പും സ്പൂണും ഒക്കെ ഉപയോഗിക്കുന്നവർ അത് തന്നെ എടുത്താൽ മതി. 1/2 കപ്പ് ജ്യൂസ്. നമ്മുടെ മെഷറിംഗ് കപ്പ് എന്ന് പറയുന്നത് 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. അത് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ട പഞ്ചസാര എടുക്കണം. അതും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് 1 ഗ്ലാസ് നിറച്ചും എടുത്തിട്ടുണ്ട്. മെഷറിംഗ് കപ്പാണെങ്കിൽ 1 കപ്പ്. 2 സ്പൂൺ എടുത്ത് വെച്ചില്ലേ, അതിൽ നിന്നും വലിയ സ്പൂൺ, അതായത് ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ എടുത്ത് പഞ്ചസാര അങ്ങ് മാറ്റുകയാണ്. അപ്പം എടുക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കൂമ്പാരം പോലെ എടുക്കരുത്. ഒന്ന് തട്ടി ലെവല് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോഴേ നമ്മുടെ ആ ഒരു ടേബിൾ സ്പൂണിൻ്റെ മെഷർമെൻറ്റ് വരുള്ളൂ. ഇപ്പം മധുരം അധികം വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ എടുത്ത് മാറ്റാം. പക്ഷേ ഈ ഒരു മധുരം ഉണ്ടെങ്കിലാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇതുണ്ട്, ഇത് മതി. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരേൻ്റെ 1/4 ഭാഗം നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി അവിടെ ഇരിക്കട്ടെ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വലിയ സ്പൂണില്ലേ, ടേബിൾ സ്പൂണിൽ 4 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് ഓറഞ്ച് ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അത് ഒരു 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ടൂട്ടി ഫ്രൂട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇടണമെന്നില്ല കേട്ടോ, ഓപ്ഷണലാണ്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി. അത് നമുക്ക് 1 ടീസ്പൂൺ, അതായത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൂണിൽ ചെറിയ സ്പൂണിൽ 1 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം. കുറച്ച് സമയം വെച്ചൊന്ന് തിളപ്പിക്കണം. ഇതുണ്ട്, ഇതിപ്പം നന്നായിട്ട് വറ്റി പത വന്നിട്ടുണ്ട്. പത വന്ന് ഒരുപാട് അങ്ങ് വെള്ളം ഫുള്ള് ഡ്രൈ ആയിട്ടുമില്ല, എന്നാൽ വെള്ളമുണ്ട്. ഇത് കണ്ട്, വെള്ളം നമ്മളെടുത്ത് ഊറ്റുമ്പോൾ കുറച്ചൊരു കൊഴുത്ത വെള്ളമായിട്ടാണുള്ളത്. ഇത് മതി, നമുക്ക് ഓഫായി കൊടുക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഇനിയും തിക്കാവും. ഇനി നമ്മൾ എടുത്തു വെച്ച പഞ്ചസാരയുടെ ബാക്കിയില്ലേ, അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കാം. ഇനി അതേ ഗ്ലാസ്സിലേക്ക് നമ്മൾ മൈദ ഇട്ട് കൊടുക്കുകയാണ്. 1 ഗ്ലാസ് മൈദ, 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അത് നമ്മൾ നല്ല വടിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്, കൂമ്പാരം പോലെ എടുക്കരുത്. അത് നമ്മൾക്ക് ഒരു പാത്രത്തിൽ അരിപ്പ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അത് നമ്മൾ ചെറിയ സ്പൂണിലാണ് എടുക്കുന്നത്. നമ്മൾ എടുത്തു വെച്ച സ്പൂണിൽ ചെറിയ സ്പൂൺ, ടീസ്പൂണിൽ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ എടുക്കുന്ന സമയത്ത് കട്ടകൾ ഉണ്ടാവും. അപ്പോൾ ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടില്ല. എന്നിട്ട് ഇതുപോലെ ലെവലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയുണ്ട്, അതും നമുക്ക് നന്നായിട്ട് ഒന്ന് കട്ടകൾ ഉടച്ചിട്ട് അതേ സ്പൂൺ, ചെറിയ സ്പൂൺ, ടീസ്പൂണിൽ 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും മതി. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ബേക്കിംഗ് സോഡ എടുത്തതിൻ്റെ പകുതി, ഏകദേശം അതുപോലെ അത്രയും പകുതി എടുത്തിരുന്നാൽ മതി. എന്നിട്ട് അതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അരിച്ചു കൊടുക്കാം. ഒരു 3 പ്രാവശ്യം അരിച്ചു കൊടുക്കാം കേട്ടോ. അതിപ്പോൾ അരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവാനായിട്ടാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പൂവിൻ്റെ പൊടിയാണ്, ക്ലോവ്സ് ഇല്ലേ, അത് നമ്മളെടുത്ത് ചൂടാക്കുകയൊന്നും വേണ്ട, വെറുതെ മിക്സിയുടെ ജാറിലിട്ട് അങ്ങ് പൊടിച്ചാൽ മതി. നന്നായിട്ട് പറ്റുന്ന അത്രയും മാക്സിമം നന്നായിട്ട് പൊടിച്ചെടുത്തിരുന്നാൽ മതി. ഇത് നമുക്കൊരു 1/4 ടീസ്പൂൺ ആണ് ഇടുന്നത്. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടിച്ചെടുത്ത് ഇങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഗ്രാമ്പൂവിൻ്റെ പൊടി കൊണ്ട്. ഇതുപോലെ കേക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കാം, ബ്യൂട്ടി ടിപ്സ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഏതെങ്കിലും കുരു ഉണ്ടെങ്കിൽ ആ കുരുവിൻ്റെ മേലെ കുറച്ച് ഇത് വെള്ളത്തിലോ എണ്ണയിലോ ചാലിച്ചിട്ട് വെച്ച് കൊടുത്താൽ കുരു ഇങ്ങനെ ചപ്പിപ്പോവും. പക്ഷെ ശ്രദ്ധിക്കണം, ചിലർക്ക് ഇത് അലർജി ആയിരിക്കും. ഇനി നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് 10 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേയിലാണ്. ഇപ്പോൾ ബേക്കിംഗ് ട്രേയിലാണെങ്കിൽ സാധാരണ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുന്ന പാത്രം, അതുണ്ടെങ്കിൽ അതെടുക്കാം. ഒരു 10 ഇഞ്ചൊക്കെ വരുന്ന വലിയ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതെടുത്തിരുന്നാലും മതി. സൈഡിൽ കുറച്ച് ഹൈറ്റുള്ള പ്ലേറ്റ് എടുക്കണമെന്നേ ഉള്ളൂ. നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതേ അളവിൽ ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് മൈദ ഒന്ന് തൂകി എടുത്തിരുന്നാലും മതി. ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷിലുള്ള ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം. 4 ഇഞ്ച് വരുന്ന പാത്രം കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറത്ത് നമുക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 10 ഇഞ്ചിൻ്റെ ട്രേ ഇല്ലാന്നുണ്ടെങ്കിൽ 9 ഇഞ്ചിൻ്റെ ട്രേ ആയിരുന്നാലും മതി. 9 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ നടുവിൽ വെക്കുന്നത് 3 ഇഞ്ച് വീതിയുള്ള പാത്രം എടുത്തിരുന്നാൽ മതി. ഇത് നമുക്കത് നടുവിലേക്ക് വെച്ച് കൊടുക്കാം. സെൻറ്ററിലുള്ള ഒരു തുളയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നടുവിൽ വെക്കുന്ന ഈ ഒരു പാത്രം എടുക്കുന്ന സമയത്ത് തീരെ ഹൈറ്റ് കുറഞ്ഞ പാത്രം എടുക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഡിമോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ഹൈറ്റ് ഉള്ളത് എടുക്കുകയാണെങ്കിൽ നല്ലത്. ഇനി നമുക്ക് ഒരു വലിയ ചരുവം ഓവൻ സെറ്റപ്പായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. നടുവിലൊരു റിങ്ങും ഇറക്കി വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അപ്പോഴത്തേക്കും ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ബീറ്റർ ഉള്ളവർ ബീറ്റർ വെച്ച് ചെയ്യാം. ഇനി നമ്മളിത് എടുത്തിരിക്കുന്ന സ്പൂണിൽ, ചെറിയ സ്പൂണില്ലേ, ടീസ്പൂണിൽ 1/2 ടീസ്പൂണാണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. അതോടെ ഒഴിച്ചിട്ട് നമുക്ക് ഹൈ സ്പീഡിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഒരു 20 സെക്കൻഡൊക്കെ അടിച്ചിരുന്നാൽ മതിയാകും. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഹൈ സ്പീഡിലിട്ട് ഒന്നുകൂടെ ഒന്ന് പതപ്പിച്ചെടുക്കാം. ഒരു 15-20 സെക്കൻഡൊക്കെ അടിച്ചിരുന്നാൽ മതിയാകും. അതിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് തന്നെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ്സാണ് എടുക്കുന്നത്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. അതോടെ ഒഴിച്ച് നമുക്ക് ലോ സ്പീഡിൽ ഒന്ന് മിക്സാക്കി അടിച്ചെടുക്കാം. ഒരു 10 സെക്കൻഡ് വരെ അടിച്ചിരുന്നാൽ മതിയാകും. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്, അപ്പോൾ അവർ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൈദയുടെ മിക്സ് ഇല്ലേ, അത് കുറേശ്ശെയായിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ടിട്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി നോക്കണം എവിടെയെങ്കിലും പൊടിയായിട്ട് ഇങ്ങനെ വേറെ കിടക്കുന്നുണ്ടോയെന്ന്. അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ്, ഒരു പിടിയൊക്കെ കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. വാങ്ങിച്ച ഉടനെ ഞാൻ റോസ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ റോസ്റ്റ് ചെയ്താകുമ്പം ടേസ്റ്റ് കൂടുതലായിരിക്കും കേക്കിന് ഉപയോഗിക്കുമ്പോഴും. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോകണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് കുത്തി പൊട്ടിച്ചു കൊടുക്കാം. ഒരുമിച്ചിട്ട് പൊടിക്കണ്ട കേട്ടോ. ഒരുമിച്ചിട്ട് പൊടിക്കുമ്പോൾ എല്ലാം കൂടി ചിലപ്പോൾ ചിലത് പൊടിയും, ചിലത് വലിയ കഷ്ണമായിട്ടൊക്കെ കിടക്കും. കുറച്ചിട്ട് പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്കിത് എല്ലായിടത്തുമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡിൽ മാത്രമായിട്ട് ഒഴിക്കേണ്ട, എല്ലായിടത്തുമായിട്ട് അങ്ങ് ഒഴിച്ച് ചുറ്റിച്ച് വിട്ട് നമുക്ക് പതുക്കെ സ്പാച്ചുല വെച്ചൊന്ന് എല്ലായിടത്തുനിന്നും ഒരേപോലെ ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അധികം ഹൈറ്റ് ഇല്ലാത്ത കേക്കാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഹൈറ്റ് കൂടിയും കുറഞ്ഞു ആയി പോകരുത്. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ഒരുപോലെ. അപ്പോൾ ഈവൺ ആയി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, ആ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അത് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പൊടികളും വലിയ പൊടികളും ഒക്കെ ആയിട്ടാണുള്ളത്. അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നടുക്കുള്ള ഈ ഒരു പാത്രം തട്ടിയിട്ട് മുകളിലത്തെ അടപ്പ് കറക്റ്റായിട്ട് അടയാതെ ഇരിക്കരുത്.
അതിന് കണക്കാക്കിയിട്ടുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വലിയ ബേക്കിംഗ് ട്രേ ആണ്, ഇറക്കി വെക്കുമ്പോൾ കൈകൊള്ളാതെ സൂക്ഷിക്കണം. പലരും ചോദിച്ചിട്ടുണ്ട് ഈ അടപ്പ് കറക്റ്റായിട്ട് തന്നെ വരണമെന്ന്. കറക്റ്റായിട്ട് തന്നെ വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് വെന്ത് കിട്ടില്ല. അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ഇടികല്ലോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ എടുത്ത് വെച്ച് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ റിംഗ് ആയിട്ട് ചെയ്യേണ്ട സാധാരണ കേക്ക് പോലെ വേണമെങ്കിൽ ചെയ്യാൻ സാധാരണ ബേക്കിംഗ് ട്രേയിൽ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചുറ്റുപാത്രമോ ചരുവോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്ലേറ്റോ ചുറ്റുപാത്രമോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഓയിൽ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നന്നായിട്ടങ്ങ് തട്ടി കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് അതൊരു കോട്ടിംഗ് ആയിട്ടുണ്ടാവും. അപ്പോൾ അടിയിലൊന്നും കേക്ക് പറ്റി പിടിക്കാതെ കിട്ടും. എന്നാലും ബട്ടർ പേപ്പർ വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. നല്ല കേക്കിൻ്റെ മണം വരുന്നുണ്ട്. 30 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചു. അതിനുശേഷം 15 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്കും വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തുറന്ന് നോക്കാം. 30 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കണം കേട്ടോ. ചിലപ്പോൾ തീയുടെ ചൂടിനനുസരിച്ച് ചിലപ്പോൾ പെട്ടെന്നായിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ വെച്ച് കൊടുത്തിരുന്നാൽ മതി. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല കളറൊക്കെ ആയിട്ട്. നമുക്കിതൊന്ന് കുത്തി നോക്കാം. ഒന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. അങ്ങനെ പറ്റിപ്പിടിച്ചില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് ചൂയായിപ്പോൾ നമുക്കിതിന് എടുക്കാം. ഇപ്പോൾ എടുത്ത് നമുക്കൊരു തുണിയിട്ട് മൂടി വെക്കാം കേട്ടോ. ആ പാത്രം അടക്കം തണുത്തതിന് ശേഷം മാത്രം തൊട്ടാൽ മതി. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അത് നമുക്ക് നടുവിൽ വെച്ച പാത്രം എടുക്കാം. അതിനുവേണ്ടി കത്തി വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കാം. തിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റും. നല്ല റൗണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് സൈഡിൽ കൂടെ കത്തി ഓടിച്ച് എല്ലാം ഒന്ന് വിടിയിച്ചു കൊടുക്കാം. അതിനുശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കത് ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിയൊന്നും പോവാതിരിക്കാനായിട്ട്. മൊത്തത്തിലൊന്ന് ഇളകി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് ഒരു പ്ലേറ്റ് വെച്ച് കമത്തി തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ബട്ടർ പേപ്പർ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നടുവിലത്തെ ആ പോർഷനും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണേ. മറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ബട്ടർ പേപ്പർ അങ്ങ് എടുത്ത് കൊടുക്കാം. അടിപൊളി. ഇത് വേറൊരു ലുക്ക്. 2 സൈഡ് ഡബിൾ സൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ സൈഡ് വേണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം, മറ്റേ സൈഡും വേണമെങ്കിൽ ഡിസ്പ്ലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഈ ഒരു തരത്തിൽ വന്നിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഇത് ഒരുപാട് തിക്നെസ് ഇല്ലാത്ത കേക്ക് ആയതുകൊണ്ട് അടിഭാഗത്ത് ഡ്രൈ ഫ്രൂട്ട്സും ഏറ്റവും ടോപ്പിൽ ഡ്രൈ നട്ട്സും ആയിട്ടാണ് ഉള്ളത്. നമുക്ക് ഒരു പ്ലേറ്റ് വെച്ച് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. പാകപ്പാടെ കൺഫ്യൂഷനായി ഏത് ഭാഗം വെക്കണമെന്നുള്ളതിൽ. തിരിച്ചിട്ട് നോക്കുന്ന സമയത്ത് അതാ ഭംഗിയും തോന്നും, ഇരിക്കുമ്പം ഇതാ ഭംഗിയും തോന്നും. എന്തായാലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തിരിച്ച് നോക്കിയിട്ടോ ഏത് ഭാഗം വേണമെന്ന്. അവസാനം ഫൈനലൈസ് ചെയ്തിട്ട് ഇത് മതിയെന്ന്. നിങ്ങൾക്ക് ഏത് ഭാഗം ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഒരു കേക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 600 ഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 300-350 റുപ്പീസൊക്കെയാണ്. അപ്പോൾ അത് റേറ്റൊക്കെ പിന്നെ ഏരിയയ്ക്ക് അനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇതാ നമ്മുടെ റിംഗ് കേക്ക് റെഡി ആയിട്ടുണ്ട്. മണം അസാധ്യമായിട്ടോ, ഒരു രക്ഷയില്ല. ഇപ്പം ഇങ്ങനെ മണത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട് മൊത്തം നല്ല മണമാണ് ഉണ്ടാക്കി റെഡി ആയപ്പോൾ തന്നെ. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കട്ട് ചെയ്യാം. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. ടേസ്റ്റ് എന്തായാലും സൂപ്പർ ആയിരിക്കും, കാരണം അത്രയ്ക്ക് മണമുണ്ട് കേട്ടോ. നമുക്ക് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കട്ട് ചെയ്തിട്ടുണ്ട്. 2 സൈഡ് നമുക്ക് നല്ല കളറാട്ടോ. അതിപ്പോൾ ഓവനിലാണെന്നുണ്ടെങ്കിൽ മോൾ ഭാഗത്തിന് കുറച്ചും കൂടെ ഡാർക്ക് കളറായിരിക്കും. ഇതും അത്യാവശ്യം ഡാർക്ക് കളറൊക്കെ ഉണ്ട്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ്. കഴിച്ച് നോക്കട്ടെ. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. ഒരു കഷ്ണം കഴിച്ചു നോക്കാം. അടിപൊളിയാട്ടോ. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ കോരിത്തരിക്കുന്നുണ്ട് കഴിക്കുന്ന സമയത്ത്. ആ ടേസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മുടെ സലൈവയൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നമുക്കൊരു കോരിത്തരിപ്പ് ഉണ്ടാവില്ലേ, അതുണ്ട് ശരിക്കും പറഞ്ഞാൽ. അടിപൊളി ടേസ്റ്റാണ്. മധുരമൊക്കെ പെർഫെക്റ്റ് ആണ്. ടേസ്റ്റും ഒന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കുറഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അത് തിന്നുകൊണ്ടിരിക്കും കേട്ടോ, നിർത്താൻ തോന്നൂല. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒക്കെ ഷേപ്പ് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ എംബ്ലം അല്ലേ, സ്റ്റേറ്റ് ബാങ്കിൻ്റെ എംബ്ലം ഇങ്ങനെയല്ലേ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. അത് എന്തിൻ്റെ ഒരു എംബ്ലം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി അടുത്ത കട്ട് ചെയ്താൽ അത് പോവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.
ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കേക്കല്ലേ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നല്ല അമേസിംഗ് ആയിട്ടുള്ള കുറച്ച് കേക്ക്സ് ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുവരയ്ക്കും ആരും കഴിക്കാത്ത ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഉടനെ തന്നെ വരുന്നതാണ്. ക്രിസ്മസിന് മുമ്പ് ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂ ഇയർ ഉണ്ടല്ലോ എന്തായാലും. അപ്പോൾ അതൊക്കെ ആയിട്ട് കാണാം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ ക്രിസ്മസിന് എല്ലാവരും ഒരു കേക്ക് ഉണ്ടാക്കട്ടെ, നല്ല അടിപൊളി കേക്ക്. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.